ഒരു ദശാബ്ദമായി ഇല്ലാത്ത അഴിമതി തിരിച്ചുവരണമെന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികളുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിൽ അഴിമതി ഇല്ലാതാക്കാനായി ഉദ്യോഗസ്ഥ തലത്തിൽ അഴിമതിക്ക് ശ്രമിച്ചവർ വിജിലൻസിന്റെ പിടിയിലായിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അഞ്ചരക്കണ്ടിയിൽ രജിസ്ട്രേഷൻ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് അഴിമതി ഇല്ലാതാക്കാനായി എന്നത് തന്നെയാണ് മികച്ച നേട്ടങ്ങളിൽ ഒന്നായി നാം കാണേണ്ടതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. എന്നാൽ അഴിമതി തിരിച്ചുവരണം എന്ന് ആഗ്രഹിക്കുന്ന ചില ശക്തികളുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. മുൻപ് സാധാരണക്കാർ തങ്ങളുടെ ആജീവനാന്ത സമ്പാദ്യം ഉപയോഗിച്ച് അല്പം ഭൂമി വാങ്ങുമ്പോൾ അത് രജിസ്റ്റർ ചെയ്യാൻ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വന്നിരുന്നു. ഇടനിലക്കാരുടെ ചൂഷണവും ഉണ്ടായിരുന്നു. അപ്പൊ സർക്കാരിന്റെ സമീപനം അതാണ് ഈ രംഗത്തെല്ലാം ഉള്ള അഴിമതി തുടച്ചു നീക്കുന്നതിനിടയാക്കിയിട്ടുള്ളത്. എന്നാൽ ഇത് തിരിച്ചു വരണം എന്നാഗ്രഹിക്കുന്ന പലതരത്തിലുള്ള ശക്തികളുണ്ട്. ഇതിനടക്കം ചിലര് അഴിമതി നടത്തുന്ന വാർത്തകൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടല്ലോ. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കേരളത്തിലെ കാര്യങ്ങൾ. പുറത്തുനിന്നുള്ള കരാറുകാർ ഇവിടുത്തെ സ്ഥിതി കണ്ട് അത്ഭുതപ്പെട്ടിട്ടുണ്ട്. മറ്റിടങ്ങളിൽ പ്രവൃത്തിക്ക് ഇത്ര ശതമാനം കമ്മീഷനായി ഭരണതലത്തിലുള്ളവർക്ക് നൽകണം എന്നതാണ് സ്ഥിതി. ഇവിടെ അതില്ല. അനുവദിച്ച പണം മുഴുവൻ പ്രവൃത്തികൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ ചിലർ തെറ്റായ സമീപനം സ്വീകരിക്കുമ്പോൾ അവർ വിജിലൻസിന്റെ പിടിയിലാകുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലെ കരാപ്രവൃത്തികൾ നാട്ടിലുള്ളവരാണ് എടുക്കുക. നാട്ടിലല്ലെങ്കിലും മലയാളികളായിട്ടുള്ളവര് കേരളത്തിലുള്ളവരാണ് എടുക്കുക. ഇപ്പോ കരാപ്രവൃത്തികള് രാജ്യത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഉള്ളവർ വന്ന് ടെൻഡറിൽ പങ്കെടുക്കുന്നു. അവർ പണികൾ ഏറ്റെടുക്കുന്നു. അവരിൽ പലരും ആശ്ചര്യപ്പെടുക. ഉദ്യോഗസ്ഥ തലത്തിൽ വിവിധ ചുമതലകളുള്ളവർ ആ തരത്തിൽ കാര്യങ്ങൾ നിർവഹിക്കുന്നതായി കാണാൻ കഴിയും. ചിലര് വിജിലൻസിന്റെ പിടിയിൽപ്പെടുന്നു. ഇത് ഉദ്യോഗസ്ഥരുടെ കാര്യം. എന്നാൽ ഇതിന്റെ എല്ലാം ഭാഗമായി ഇതിന്റെ ആ അവസരം അതൊരു സുവർണാവസരമായിട്ടാണ് അവർ കാണുന്നത്. അഴിമതി നടത്താനുള്ള അവസരം തിരികെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. അഴിമതിയുടെ ആ പഴയ വേരുകൾ വലിയൊരളവോളം തുടച്ചു നീക്കാൻ സർക്കാരിന് കഴിഞ്ഞു. പഞ്ചവടി പാലം പോലുള്ള കാര്യങ്ങൾ കേരളത്തിലുണ്ടായത് ഓർമ്മിപ്പിച്ച് മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു തരത്തിലുള്ള അഴിമതിയും സർക്കാർ അംഗീകരിക്കില്ല എന്ന വ്യക്തമായ സന്ദേശം നൽകിയതിലൂടെ രജിസ്ട്രേഷൻ വകുപ്പിലടക്കം സുതാര്യതയും വേഗതയും കാര്യക്ഷമതയും ഉറപ്പാക്കാൻ കഴിഞ്ഞു. ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് പണമുണ്ടാക്കാൻ ആരെയും അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് നേരത്തെയും സർക്കാർ സ്വീകരിച്ചത്. ഇനിയും അത് തുടരും, മുഖ്യമന്ത്രി പറഞ്ഞു. സബ് രജിസ്ട്രാർ ഓഫീസുകൾ കൂടുതൽ ജനസൗഹൃദമായി മാറിയിട്ടുണ്ട്. വസ്തു രജിസ്ട്രേഷൻ നടപടികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. എനിവെയർ രജിസ്ട്രേഷൻ എന്ന സംവിധാനത്തിലൂടെ ഒരു ജില്ലയിലെ ഏത് സബ് രജിസ്ട്രാർ ഓഫീസിലും ആധാരം രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഇന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് ആദ്യമായി നടന്ന രജിസ്ട്രേഷൻ ദിനാചരണം അഞ്ചരക്കണ്ടിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. 160 വർഷം മുമ്പ് അഞ്ചരക്കണ്ടിയിലാണ് ജനുവരി 4-ന് ആദ്യ രജിസ്ട്രേഷൻ നടന്നത്. ഇതിന്റെ ഓർമ്മയിലാണ് രജിസ്ട്രേഷൻ ദിനം ആചരിക്കാൻ തീരുമാനിച്ചതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച രജിസ്ട്രേഷൻ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു. ഡോക്ടർ വി ശിവദാസൻ MP, രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറൽ കെ മീര, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ, വിവിധ തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ, മുൻ MP KK രാഗേഷ്, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ, രജിസ്ട്രേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥർ, ജീവനക്കാർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.